സുഖം അന്വേഷിച്ച് പോകുന്നവരുടെ വഴിയല്ല സമാധാനത്തിൻ്റെ വഴി, സ്വാതന്ത്ര്യത്തിൻ്റെ വഴി, ആത്മീയമായ വഴി. ആ അന്വേഷണം അല്പനേരത്തെ സുഖം നമുക്ക് തരും. അത് താൽക്കാലികമാണ്. സ്ഥായിയായിട്ട് ആ ഒരു സുഖം നമുക്ക് ഉണ്ടാവില്ലേ? നമ്മൾ ശരിയായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഒരു വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുള്ള ജ്ഞാനമാണ് നമ്മൾ കേൾക്കേണ്ടത്, പഠിക്കേണ്ടത്. ശരിയായ രീതിയിൽ അത് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് ശരിയായ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കും. പുണ്യാത്മാക്കൾ നമ്മളോട് പറയുന്നത്, നല്ലവരും സത്യസന്ധത നിറഞ്ഞവരുമായിട്ടാണ് നമ്മൾ സൗഹൃദം ഉണ്ടാക്കേണ്ടത്, നിലനിർത്തേണ്ടത്. ദുഷ്ടരും കാപഢ്യം നിറഞ്ഞവരുമായിട്ട് സൗഹൃദമുണ്ടാക്കുമ്പോൾ, അത് നിലനിർത്തുമ്പോൾ അത് നമുക്ക് വേദനയായിട്ട് മാറും. ശരിക്ക് ആ വേദനയെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ലേ? പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തരാകാനുള്ള ആ വഴി നമ്മൾ കണ്ടെത്താം. ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് ആ നിറഞ്ഞ ശാന്തിയും അതിലൂടെ ലഭിക്കുന്ന ആനന്ദവുമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അതനുഭവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അത് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു ജ്ഞാനമാണ്. അപ്പം അതിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ